ഇന്ന് നമുക്ക് ഒരു ഇലക്ട്രിക് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് അരിയെടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 കറുപ്പത്തോലിൻ്റെ ഇലയും 2 സർവ്വസുഗന്ധി ഇലയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 കഷ്ണം കറുപ്പത്തോല് ഇട്ട് കൊടുക്കാം. 1 ഏലക്കായ ഇട്ട് കൊടുക്കാം. 4 ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി ഓണാക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് 10 ഗ്രാമ്പു, 4 ഏലക്കായ, 2 നുള്ളി പെരിഞ്ചീരകം, 2 കഷ്ണം പട്ട ഇതെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കറുപ്പച്ചെടിയുടെ ഇലയും 1 സർവ്വസുഗന്ധി ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഇല ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 5-8 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി അരച്ച കൂട്ടുമിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ആയി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് 1 തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. തക്കാളിയുടെ പച്ചമണമൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെയല്ല ഉണ്ടാക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ നല്ലതുപോലെ വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ 2-3 തവണ മൂടി വെച്ച് ഇളക്കി കൊടുത്താൽ ചിക്കൻ വെന്തു കിട്ടും. ഇനി ഇതിലേക്ക് പകുതി പുളിനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി കോരി മാറ്റാം. ഇത് അവസാനം ചോറിലൊഴിക്കാൻ വേണ്ടിയാണ് എടുത്ത് മാറ്റുന്നത്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം.
1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മുടെ ചോറ് വെന്തത് തുറന്ന് നോക്കാം. ഈ ചോറ് വെന്തതിലേക്ക് നമ്മൾ നേരത്തെ കോരി മാറ്റിയ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. അതിനു മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. സവോള നല്ലതുപോലെ വറുത്ത് വെച്ചത് അതിനു മുകളിൽ ഇട്ട് കൊടുക്കാം. അതിനു മുകളിലായി ചിക്കൻ ഡ്രൈ ആക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് തുറന്ന് എടുക്കാം. അതിനു മുകളിൽ 1 ടീസ്പൂൺ ഗീ കൂടി ഒഴിച്ചു കൊടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.